എന്റെ ഫോൺ നമ്പർ ഒരുപാട് കൂട്ടുകാർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജാഫർ പൊന്നാനി എന്നാണ്. പിന്നീട് വരുന്നത് ജാഫർ പൊന്നാനി ടെക് എന്ന്, പിന്നീട് വരുന്നത് ജാഫർ പൊന്നാനി യൂട്യൂബർ എന്നും, ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് പല ആളുകളും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ ഇതുപോലെ പല ആളുകളും പല പേരിലാവും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും ഏതൊക്കെ പേരിലാണ്. പക്ഷെ എന്നാൽ അത് അറിയാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ആയി തന്നെ. അപ്പൊ ഇതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ വേണം. മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സ്പാം കോളുകൾ വരുന്നത് തടയാനും, നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറൊക്കെ ആണെങ്കിൽ അത് പേര് നമ്മൾ ട്രൂ കോളർ പോലെ നമുക്ക് പേര് കാണിച്ചു തരും. ഇപ്പൊ ഒരുപാട് ആളുകൾ ട്രൂ കോളർ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം 10 മില്യൺ ഇന്ത്യക്കാരുടെ ഡാറ്റകളൊക്കെ ട്രൂ കോളർ ഡാർക്ക് വെബിൽ വിറ്റു എന്നുള്ള വാർത്തകളൊക്കെ വന്നത് കൊണ്ട് തന്നെ പലരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് അതല്ല, ഇത് ഗൂഗിളിന്റെ സബ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വിശ്വസിക്കാം. ഇനി താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പേര് പല ആളുകളും ഏതൊക്കെ രീതിയിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ കാണുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അതുമല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡിലും ഐഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും സാധിക്കും. ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാം കോളർ ID കിട്ടും, ബ്ലോക്ക്, അൺവാണ്ടഡ് കോള്, അതോടൊപ്പം തന്നെ ഫ്രീ കോൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് ഫ്രീ കോൾ വിളിക്കാം, വീഡിയോ കോൾ വിളിക്കാം, നമ്മൾ വാട്സപ്പ് പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ശേഷം പെർമിഷൻ കൊടുക്കാം. ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ജിമെയിൽ അക്കൗണ്ടും ഇവിടെ കാണിക്കും. അപ്പോൾ ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ലോഡ് ആയിക്കൊണ്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പം നമ്മളിത് പ്രീമിയം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് കൊടുക്കാം. ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ചോദിക്കും. ആ നമ്പർ നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ സേവ് ചെയ്യാത്ത നമുക്ക് സ്പാം കോളാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ട സ്പാം കോളുകളൊക്കെ തിരിച്ചറിയും. ഇത് ഞാൻ സേവ് ചെയ്യാത്ത നമ്പറാണ്, ഇതൊന്നും ഞാൻ സേവ് ചെയ്യാത്ത നമ്പറാണ്. അപ്പോൾ അത് ഇതേപോലെ അവരുടെ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അറിയാത്ത കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷന്, അൺനോൺ കോളുകളൊക്കെ ഓപ്ഷൻ ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈ ടാക്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സേവ് ചെയ്തിരിക്കുന്നത് ജാഫർ പൊന്നാനി എന്നാണ്. പിന്നെ ജാഫർ PNI മൊബൈൽ ടെക് എന്നും, ജാഫർ പൊന്നാനി യൂട്യൂബർ എന്നും, ജാഫർ പൊന്നാനി എന്നൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ ഷോ ആൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജാഫർ പൊന്നാനി എന്നും, ജാഫർ PNI മൊബൈൽ ടെക് എന്നും, ജാഫർ പൊന്നാനി യൂട്യൂബർ, ജാഫർ പൊന്നാനി JP ഐഫോൺ പേഴ്സണൽ വെബ്സൈറ്റ്, ജാഫർ പൊന്നാനി ഐഫോൺ, ജാഫർ പൊന്നാനി വെബ്സൈറ്റ്, ജാഫർ പൊന്നാനി ടെക്, മൈക്ക് ജാഫർ പൊന്നാനി, ജാഫർ ബായ് പൊന്നാനി, ജാഫർ പൊന്നാനി ടെക്, ജാഫർ അഡ്മിൻ ആൻഡ് ഇങ്ങനെ പല രീതിയിലാണ് ഒരുപാട് ആളുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും പല രീതിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും. ശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്കിവിടെ വാട്സപ്പ് കോൾ ചെയ്യാം, അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൽ ഡയൽ ചെയ്യാം, ഇതിൽ നിന്നൊക്കെ വിളിക്കാം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശേഷം ഓദർ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പാം പ്രൊട്ടക്ഷൻ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേര് എന്തൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അറിയാനായിട്ട് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം.